ഹായ്, എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് SCERTയുടെ ലിസ്റ്റ് തരുന്നില്ലേ എന്നുള്ളത്. അത് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞിരുന്നതാണ്, അതുകൊണ്ടാണ് ഒന്ന് ഇട്ടഴിക്കാനായിട്ട് കാരണം. ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സിലബസ് എടുത്ത് വെച്ചിട്ട് ഇതേ ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പേര് പോലും അത് തന്നെ ആവാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റിലെ കേരളം ഹിസ്റ്ററി, അതായത് കേരള ഹിസ്റ്ററിയിലെ ക്ലാസ് 7 ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠത്തിൽ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്നൊരു ചാപ്റ്റർ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. എന്താണ് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ക്ലാസ് 7-നകത്തുണ്ട്. പാഠം 2 അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, അത് വായിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. 2 ആറാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം മധ്യകാല കേരളം. പിന്നീട് 9ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന ചാപ്റ്ററും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി, അതും പഠിക്കണം. 10ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം കേരളം ആധുനികതയിലേക്ക്. ഇത്രയും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത്രയും പാഠം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടും. നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ഔട്ട്ലൈൻ കിട്ടും. അതിനുശേഷം ഞാൻ പറയുന്നത് +1 +2ൻ്റെ ഹിസ്റ്ററി പുസ്തകങ്ങൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. നിങ്ങൾ മലയാളം മീഡിയം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നിന്നും നോട്ട് പ്രിപ്പയർ ചെയ്തവർ അതൊന്ന് വായിച്ചു നോക്കുക. ഇതിനകത്ത് ഇല്ലാത്ത കുറച്ചേറെ പോയിന്റ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ പോയിന്റ്സും കൂടെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് ആദ്യം തന്നെ പഠിക്കുക. അതൊരു 2 ദിവസത്തെ പ്രോസസ്സ് എടുക്കുക. 1-2 ദിവസത്തിനുള്ളിൽ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതിനകത്ത് ക്ലാസ് 6 ആറാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. പിന്നെ ക്ലാസ് 7 3ാമത്തെ പാഠം ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും. 7ാം ക്ലാസ്സിലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്ററായ പാഠം 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്, അത് പഠിക്കുക. 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. 10ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും സ്വാതന്ത്ര്യ സമരവും. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇത്രയും കംപ്ലീറ്റ് നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് ഇതിൽ നിന്നും നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഇത്രയും വായിക്കുക, ഇതിൽ നിന്ന് മാക്സിമം നോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നവർക്ക് വേണമെങ്കിൽ നോക്കിയെടുക്കാം. ഇത്രയും നമ്മൾ വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എല്ലാ പോർഷൻസും നമ്മൾ കവർ ആവും. ശേഷം ഞാൻ പറഞ്ഞതുപോലെ +1 +2ൻ്റെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി കിടപ്പുണ്ട്. ഹിസ്റ്ററി ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചിട്ട് എക്സ്ട്രാ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. വേണ്ട പോയിന്റ്സ് മാത്രം എഴുതിയെടുക്കുക. അതല്ല, വായിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇത്രയും ഉറപ്പിച്ച ശേഷം ഏതെങ്കിലും ക്ലാസ് കാണുകയോ റാങ്ക് ഫയൽ നോക്കുകയോ ചെയ്യുക. ദെൻ അടുത്തത് ലോക ചരിത്രമാണ്. അതിന് 6ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം മധ്യകാല ലോകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ തുടങ്ങുക. ദെൻ 9ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമാണ് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 10ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ. ഇത്രയും പോർഷൻസ് ആകുമ്പോഴേക്കും നമ്മൾ ലോക ചരിത്രവും കംപ്ലീറ്റ് ആയിട്ട് മീൻസ് പോർഷനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു 60% നമ്മൾ കവർ ചെയ്യും. ശേഷം നിങ്ങൾ +1 +2 ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ റാങ്ക് ഫയൽ നോക്കുക ആ സമയത്ത്. അപ്പോൾ ഹിസ്റ്ററി പോർഷൻസ് നമ്മൾ ഇവിടെ കവർ ചെയ്യുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്ററി പോർഷൻ കഴിയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിശാസ്ത്രമാണ്. മീൻസ് ബേസിക് ജോഗ്രഫിയാണ് പറയാൻ പോകുന്നത്. അത് കുറച്ചേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഭൂമി കഥയും കാര്യവും. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഭൂമിയും ജീവലോകവും. 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടി. 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളാൽ. 8ാം ക്ലാസ്സിലെ തന്നെ 12ാമത്തെ ചാപ്റ്റർ ഭൂമിയിലെ ജലം. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ സർവവും സൂര്യനാൽ.
10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഋതുഭേദങ്ങളും സമയവും. അപ്പം ഇതെല്ലാം ജോഗ്രഫി ടെക്സ്റ്റ് ആണെന്ന് ആലോചിച്ചോളുക. 10ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി. 6ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ വരദാനം. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ. 9ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ സുരക്ഷിതമായ നാളേക്ക്. 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങളുടെ പൊരുൾ തേടി. അപ്പോൾ ഭൂപടങ്ങളെ പറ്റിയിട്ട് പഠിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 3 ചാപ്റ്റർ 6, 8, 10 അങ്ങനെ 3 ക്ലാസ്സിലെ 3 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഒന്ന് 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, ദെൻ 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഭൂപടങ്ങൾ വായിക്കാം, ദെൻ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ദെൻ ക്ലാസ് 10 6ാമത്തെ ചാപ്റ്റർ ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും. 5ാമത്തെ പാഠമായ 5ാമത്തെ ക്ലാസ്സിലെ 6ാം ചാപ്റ്റർ വൻകരകളും സമുദ്രങ്ങളും. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സമുദ്രവും മനുഷ്യനും. ദെൻ 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. ഇത്രയും നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഭൂമിശാസ്ത്രത്തിൻ്റെ ഏകദേശം അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ്സ് എല്ലാം കിട്ടും. ശേഷം നിങ്ങൾ റാങ്ക് ഫയലോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് +1 പുസ്തകത്തിലെ, അതായത് +1 ജോഗ്രഫി 2 ടെക്സ്റ്റുകളാണുള്ളത്. ഒന്ന് ഇന്ത്യ ഭൗതിക പരിസ്ഥിതി, 2 ഭൂമിയുടെ ഉള്ളറ, വൻകരകളും സമുദ്രങ്ങളുടെ വിതരണം, അങ്ങനെ തുടങ്ങുന്ന 2 ചാപ്റ്റേഴ്സ്. ഒന്ന് ഇന്ത്യയെ സംബന്ധിച്ച ചാപ്റ്റേഴ്സ് ആണ് എല്ലാം, അത് ഇന്ത്യയുടെ കാര്യങ്ങളാണ് അവിടെ എല്ലാം പറയുന്നതെങ്കിൽ, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ആണ്, ഫിസിക്കൽ ജോഗ്രഫിയുടെ ഫണ്ടമെന്റൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അറിവ് കൂട്ടാനായിട്ട് പറ്റും, കുറച്ചുകൂടെ ഉപകാരപ്പെടും. വേണ്ടവർ മാത്രം ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ +1 ഇന്ത്യൻ ജോഗ്രഫി ഒന്ന് റെഫർ ചെയ്യുക. നല്ല ടെക്സ്റ്റ് ആണ്, മലയാളത്തിലെ കോപ്പി അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പം 5ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠം നമ്മുടെ ഇന്ത്യ, 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ലോകം, 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠം ഇന്ത്യയിലൂടെ, 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ദെൻ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അപ്പോൾ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം വായിക്കുമ്പോൾ നമുക്ക് മിനറൽസിനെ പറ്റിയിട്ടും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ ചോദിച്ചിട്ടുള്ളതെല്ലാം കവർ ആവുന്നതായിരിക്കും. ഇനി കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഒരു 3 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് SCERT-യിലുള്ളൂ. ബാക്കി നമ്മൾ റാങ്ക് ഫയൽ നോക്കിയിട്ടോ +1 +2 നോക്കിയിട്ടോ പഠിക്കേണ്ടതാണ്. അത് നോക്കിക്കോ. ക്ലാസ് 5 പാഠം 10 കേരളക്കരയിൽ, ക്ലാസ് 6 പാഠം 3 കേരളം മണ്ണും മഴയും മനുഷ്യനും, ക്ലാസ് 6 പാഠം 9 മധ്യകാല കേരളം. ഇത്രയുമാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് SCERT-യിൽ നിന്നും പഠിക്കേണ്ടത്. ദെൻ ഇനി പറയാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ +2 ലെവലിലൊക്കെ ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചോദിക്കുമെന്നില്ലെങ്കിൽ പോലും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയായിട്ട് ഇത് വായിച്ചിട്ട് അതിൽ നിന്നും നോട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടതാണ്. ഒന്ന് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ദേശീയ വരുമാനം, 9ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വരുമാനവും, 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം മാനവ വിഭവശേഷി ഇന്ത്യയിൽ, 8ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം സമ്പദ്ശാസ്ത്ര ചിന്തകൾ, 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം പൊതുചിലവും പൊതുവരുമാനവും, 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇത്രയും ആവുമ്പോൾ നമ്മൾ എക്കണോമിക്സ് കംപ്ലീറ്റ് കവർ ആവും. വേണ്ടവർ മാത്രം +1 +2 നല്ല മാക്രോ മൈക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അതിൻ്റെ മലയാളം വേർഷൻ എടുക്കുക, വേണ്ടവർ മാത്രം മലയാളം വേർഷൻ എടുക്കുക, അത് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് എടുക്കുക. അതല്ല ഇനി ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം, നമ്മളത് എടുത്തു തരുന്നതായിരിക്കും. ദെൻ സിവിക്സ് ആണ് പറയാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ പാഠം 4 ഉൽപാദന പ്രക്രിയയിലൂടെ, 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം പൊതുഭരണം, 10ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം ഉപഭോക്താവും സംതൃപ്തിയും സംരക്ഷണവും. അപ്പൊ സിവിക്സ് നമുക്ക് വളരെ കുറച്ച് മാത്രമേ
നമുക്ക് പുസ്തകത്തിൽ SCERT പുസ്തകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്, അത് കാണുക. മറ്റുള്ളവരുടെ ക്ലാസ്സുകൾ കാണുന്നെങ്കിൽ അങ്ങനെ കണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇനി അടുത്ത ഇന്ത്യൻ ഭരണഘടനയാണ്. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഇന്ത്യ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യവും, 5ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ്, 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും, 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശവും, 9ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ പൗരബോധം. ഇത്രയും ആകുമ്പം ഇന്ത്യൻ ഭരണഘടന ഏകദേശം നമുക്ക് SCERT ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കിട്ടും. കുറേയൊക്കെ ഇവിടുന്ന് കിട്ടും. മാക്സിമം നിങ്ങൾ ഇവിടുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തയ്യാറാക്കുക. ഇത് പറയുന്ന സമയത്ത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഇതിൽ നിന്നും SCERT പഠിച്ചുകൊണ്ട് പോയാൽ ഷുവർ ആയിട്ടും ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് SCERTയിൽ നിന്ന് വരില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വലുതായിട്ട് SCERTയിൽ ഇല്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെ പഠിക്കണം. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം നമ്മൾ പുറത്തുനിന്ന് പഠിക്കണം. ബാക്കി ഞാൻ പറയുന്ന SCERT ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് പോവുക. അത് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 4 മാർക്കോളം അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ബയോളജി പറയാം, അതിനുശേഷം ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് കയറി നോക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് അങ്ങ് പഠിച്ചാൽ മതി, ഫിസിക്സും കെമിസ്ട്രിയും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 3, 3, 6, 12 മാർക്കിന്റെ ടോപ്പിക്സ് സയൻസ് സബ്ജക്റ്റിൽ നിന്ന് മാത്രമുണ്ട്. ഈ SCERT ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം ബയോളജിയില്. ആദ്യമായിട്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അവിടെ ക്ലാസ് 5 ചാപ്റ്റർ നമ്പർ 7 അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജീവന്റെ ചെപ്പുകൾ എന്ന് പറയുന്ന പുതിയ പാഠഭാഗം. ഈ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഈ വർഷം മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ ജസ്റ്റ് അത് തന്നെ നോക്കുക. അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഴയ SCERT തന്നെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, അത് നോക്കുക. 6ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം ജീവന്റെ ചെപ്പുകൾ. അതുപോലെ ചാപ്റ്റർ നമ്പർ 4 ആഹാരം ആരോഗ്യത്തിന്. ഇവിടെ നമുക്ക് അമീബ, പാരമീസിയം, യുഗ്ലീന പോലെയുള്ള സൂക്ഷ്മജീവികള്, അതുപോലെ ജന്തുകോശം, സസ്യകോശത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം 4ാമത്തെ പാഠം ആഹാരം ആരോഗ്യത്തിന്, രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ചാപ്റ്റർ 10ാമത്തെ. ഇത് ഇത്രയും 3 ചാപ്റ്റേഴ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുക. 7ാം ക്ലാസ്സിലേക്ക് വരുമ്പം അന്നപഥത്തിലൂടെ 4ാമത്തെ പാഠം, 8ാമത്തെ പാഠം പ്രാണവായുവും ജീവരക്തവും. അത് നല്ല കൃത്യമായിട്ട് വായിക്കുക. 8ാം ക്ലാസ്സിലേക്ക് വരുമ്പം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, സെല്ലിനെ പറ്റിയിട്ട് പഠിക്കാം. 1ാമത്തെ ചാപ്റ്റർ. 2ാമത്തെ ചാപ്റ്റർ കോശങ്ങളെ പറ്റിയിട്ട്, കോശജാലങ്ങൾ പഠിക്കുക. 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ നമ്പർ 2 ആഹാരം അന്നപഥത്തിൽ, ചാപ്റ്റർ നമ്പർ 3 ലഘു പോഷകങ്ങൾ കോശങ്ങളിൽ, ചാപ്റ്റർ നമ്പർ 4 ഊർജത്തിനായി ശ്വസിക്കാം, ചാപ്റ്റർ നമ്പർ 5 വിസർജനം സമസ്ഥിതി പാലനത്തിന്, ചാപ്റ്റർ നമ്പർ 6 ചലനത്തിന്റെ ജീവശാസ്ത്രം, ചാപ്റ്റർ നമ്പർ 7 വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. ഇത്രയും 9ാം ക്ലാസ്സിൽ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടുള്ള അവയവങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കിട്ടും. ഇനി 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അറിയാനും പ്രതികരിക്കാനും 1ാമത്തെ പാഠം, 2ാമത്തെ പാഠം അറിവിന്റെ വാതായനങ്ങൾ, 3ാമത്തെ പാഠം സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ, 5ാമത്തെ പാഠം പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഇത്രയും പാഠങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. അത്രയാവുമ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഈ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവുകൾ എന്ന് പറയുന്നത് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ഈ ടോപ്പിക് ഉണ്ടല്ലോ. അവിടുന്ന് നമുക്ക് ജീവങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കണം. എങ്കിലും 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം ആഹാരം ആരോഗ്യത്തിന്, 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ സുരക്ഷാ ഭക്ഷണത്തിലും, ഈ 2 ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചിട്ട് റാങ്ക് ഫയൽ എന്തെങ്കിലും നോക്കി പഠിക്കുക. അടുത്ത രോഗങ്ങളും രോഗകാരികളും ചാപ്റ്റർ നമ്പർ 5 ക്ലാസ് നമ്പർ 5 ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ, ക്ലാസ് 7 ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി, ക്ലാസ് 10 ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന 3 പാഠഭാഗങ്ങൾ പഠിക്കാം. അതുപോലെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ പഠിക്കാനായിട്ട് ക്ലാസ് 7 മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കാം, ക്ലാസ് 8 ചാപ്റ്റർ 8 വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്ന ഈ ചാപ്റ്ററും കൂടെ പഠിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് ഈ ബയോളജി സിലബസിലെ നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാനായിട്ട് സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ സ്ഥിരമായിട്ടൊരു ചോദ്യമുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഷുഗർ, പ്രഷർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, കൊളസ്ട്രോൾ പോലെയുള്ളത്, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് പഠിക്കുക.
അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും നേരം കിട്ടാത്തവരാണെങ്കിൽ പോലും ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പരിസ്ഥിതി പ്രശ്നമൊക്കെ നേരമുണ്ടെങ്കിൽ ഒന്ന് വായിക്കാവുന്നതാണ്. രോഗങ്ങളും രോഗകാരികളും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് നോക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കാം. അപ്പൊ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് എങ്കിലും വൃത്തിയായിട്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വായിച്ചിട്ട് പോകാനും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉപയോഗിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ തൊട്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുക. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതും കൂടെ നോക്കി ഒന്ന് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ SCERT ചാപ്റ്റേഴ്സ് ഒന്നും നോക്കിയിട്ടില്ലാത്തവര് ഈ SCERT ചാപ്റ്റേഴ്സ് എങ്കിലും ഇനിയുള്ള ദിവസം വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. GK പോർഷനിൽ നിന്നും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.